നമ്മളെ എത്ര സഹായിക്കാനോ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചാലും ഈ വേദനയിൽ കഴിയുന്ന ചില മനുഷ്യരില്ലേ, അവരെന്തുകൊണ്ടാണ് രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? റീസൺ പറഞ്ഞു തരാം. അവരാ വേദനയായിട്ട് വല്ലാതങ്ങ് ഐഡൻറ്റിഫൈ ചെയ്ത് പോകുന്നുണ്ട്. അവരുടെ എൻറ്റയർ സ്റ്റോറി, അവരാരാണ് എന്നുള്ളത് അവർ ഓർക്കുന്നത് പോലും ആ വേദനയെ ചുറ്റിപ്പറ്റിയാണ്. ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ലൈഫിൽ ഇഷ്യൂ ഉള്ളവരാകാം. അവരവരുടെ എൻറ്റയർ പേഴ്സണാലിറ്റി ആ ഒരു വേദനയെ ചുറ്റിപ്പറ്റി ബിൽഡ് ചെയ്യും. പിന്നെ അതില്ലാതെ അവരില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഇത്തരക്കാരെ നമ്മളത്തേക്ക് എന്തെങ്കിലും അവരുടെ വിഷമം പറയുകയാണെങ്കിൽ നമ്മൾ അവരെ കാണാൻ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീണ്ടും സ്വപ്നം കാണാൻ, വീണ്ടും ഒരു ചേഞ്ച് പോസിബിളാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും അവരോട് അത് സാരമില്ല, പോകെ പോകെ മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അവരുടെ പേഴ്സണാലിറ്റി ആ വേദനയിൽ ചുറ്റിപ്പറ്റി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ടീച്ച് ദം ടു ഡ്രീം. വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിക്കുക.